നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധ്യഗാസ സമ്പൂർണ്ണ ഹമാസ് രഹിതമാക്കി എന്നും കരയുദ്ധം അവസാനിപ്പിച്ച് സൈന്യം പിന്മാറുമെന്നും ഇസ്രായേൽ അറിയിച്ചിരിക്കുകയാണ്. ബന്ദിമോചനത്തെക്കാൾ താൻ പ്രാധാന്യം നൽകുന്നത് ഗാസയിലെ നിർണായക ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈനിക ക്യാമ്പ് തുറക്കുന്നതിൽ എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറയുന്നത്. മധ്യ ഗാസയിലെ ഖാൻ യൂനൂസ് കരയുദ്ധം അവസാനിപ്പിച്ചു. ഇവിടെ 250 ആയുധധാരികളെ സൈന്യം വധിച്ചു. 6 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹം കണ്ടെടുത്തു. ഒരു ബന്ദിയെ ജീവനോടെ രക്ഷിച്ചു. ബങ്കറുകളുള്ള വീടും കെട്ടിടവും അനേകം തുരങ്കവും എല്ലാം തകർത്തു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനേക്കാൾ താൻ ലക്ഷ്യം വെക്കുന്നത് ഗാസയുടെ അതിർത്തികളിൽ ഇസ്രായേൽ സൈന്യം കാവൽ തുടരുന്നതിലും റഫ, ഫിലാഡൽഫിയ ഇടനാഴി കാക്കുന്നതിലുമാണ്. 19 ലക്ഷം മധ്യഗാസക്കാരെ 3 ആഴ്ചകൾക്കുള്ളിൽ കൂടാരങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേൽ ഗാസയുടെ പുതിയ ഭൂപടം ഇറക്കിയിട്ടുമുണ്ട്. വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേന തെക്കൻ ഗാസ മുനമ്പിൽ 3 ആഴ്ച നീണ്ട ഓപ്പറേഷൻ പൂർത്തിയാക്കി. ഖാൻ യൂനൂസിലും ദേർ അൽ ബലാഹിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഓഗസ്റ്റ് ആദ്യം 98-ാം ഡിവിഷൻ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. ഭാവി പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനാൽ വെള്ളിയാഴ്ച പുലർച്ചെ ഗാസയിൽ നിന്ന് ഡിവിഷൻ പിൻവലിച്ചതായും IDF അറിയിച്ചു. ഈ വർഷം ആദ്യം മുതൽ ഖാൻ യൂനൂസിൽ ഇത് 3ാം തവണയാണ് ഇസ്രായേൽ സൈന്യം കരയുദ്ധം നടത്തി ഇത്തരത്തിൽ പിന്മാറുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ബന്ദികളെക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയാണ് പ്രാധാന്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ അതേതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 104ഓളം പേരുടെ ജീവൻ ഇനിയും രക്ഷിക്കാനായി ഉണ്ട്. അതും ഇസ്രായേലിൽ നിന്നുള്ള പൗരന്മാർ മാത്രമല്ല, അമേരിക്കയിൽ നിന്നുള്ള പൗരന്മാർ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു കാര്യം തീർച്ചയായും മറ്റ് രാജ്യങ്ങളെ കൂടി ചൊടിപ്പിക്കുന്നതാണ്. കാരണം ബന്ദികളുടെ മോചനം അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അവസാനമായപ്പോൾ ഇത്തരം ഒരു ബന്ദികളെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം അതേതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് ബന്ദികളെ നമ്മൾ എന്തായാലും രക്ഷിക്കും, അതിനെ കുറിച്ച് വേറൊരു സംശയമില്ല. പക്ഷെ അപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് 104 പേരും ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളുമാണെന്ന് പറയുന്നു. പക്ഷെ ഓരോ ജീവനും വലുതാണ്, അത് ശരിയാണ്. പക്ഷെ ഒരു യുദ്ധം വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. എന്തായാലും അമേരിക്ക അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.